ഗായ്സ് ഞങ്ങളിപ്പോ ബീച്ചിലുള്ള എന്താണ് അതിന്റെ പേര്, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ബീച്ചിൽ പോകാൻ. പിന്നെ അരുൺ എന്തൊക്കെയോ കുറച്ച് പരിപാടികളുണ്ട്. അരുണ കൊണ്ട് ഇവിടെ ഫോൺ ചാറ്റിങ്ങിലൊക്കെയാണ് ഗായ്സ്. ബീച്ചിലിറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്ര ഉള്ളു, കയറ്റിന്റെ അത്ര ഉള്ളു സാധനം. ഇത്രയും പൂളോടെ കടന്നിട്ട് ഷവർ കുളിക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാഘ ബീച്ചിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് സ്മാർട്ട് പാർട്ടിയോ പിന്നെ DJ പാർട്ടിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ നമുക്ക് ബാഘ ബീച്ചിലേക്ക്. അപ്പോൾ നമ്മളിത് 2 വീലർ എടുത്ത് പോവാണ്. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വന്നതാണ്. ക്യൂ നിന്ന് അടിക്കണം നമ്മൾ. ഏകദേശം ഞങ്ങളിപ്പോൾ 15 മിനിറ്റ് ഇവിടെ നിൽക്കാൻ തുടങ്ങി. ദേവനാരായണ TD ഒക്കെ നമ്മുടെ പുറകിൽ വെയിറ്റിംഗ് ആണ്. ഹായ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് 30 രൂപയാണ് 6 മണിക്കൂർ. ഇന്ന് നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏത് ബീച്ചിലാണ് ഗായ്സ്? അപ്പോൾ നമ്മളിത് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. തിരക്ക് കാര്യമായിട്ടൊന്നുള്ളതില്ല. അവിടെ സ്റ്റാച്യു പോലെ മറ്റേ പുള്ളി നിൽക്കുന്നു ഗായ്സ്. ദേവനൊക്കെ അവിടെ പോയി നോക്കുന്നുണ്ട് ഗായ്സ്. അതൊരു റിയൽ മനുഷ്യനാണ്. അപ്പൊ ഇതാണ് ഖാൽക്കൊണ്ട ബീച്ച്. കണ്ടോ എന്താ ജനത്തിരക്ക്. ഇതവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഗായ്സ് ഞങ്ങളിപ്പോ ഖലാംകോട്ട ബീച്ചിൽ നിന്ന് ബാഘ ബീച്ചിൽ അങ്ങോട്ട് നടക്കുകയാണ്. കേട്ടോ, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇവിടെ കുറേ ഗൈഡ്സും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ വളച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വളയത്തില്ല. അല്ല, ദേവനൊക്കെ പണ്ട് വളഞ്ഞാണ്. ഗായ്സ് നമ്മളിപ്പോ ഖലാംകോട്ട ബീച്ചിൽ നിന്ന് നടന്ന് ബാഘ ബീച്ചിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കേട്ടോ, ഇവിടെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് വേറൊരു ഫീലാണ്. അവിടെ അതൊക്കെ തന്നെ. ഇനി ഇവിടെ കുറച്ചുകൂടി ഷാക്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ കുറച്ചുകൂടി ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ഇവിടെയാണ്. ബീച്ച് ഷാക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നല്ല തിരക്കുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ ഏകദേശം കുറെ അറ്റം വരെ പോയെങ്കിലും അത്യാവശ്യം തിരക്കുള്ളത് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ്സ് ഒന്നും അപ്പുറത്തെ എല്ലാവരും ഇപ്പുറത്തെ ബീച്ച് ഷാക്കാണ്. കഫേ ഗോവ ബീച്ച് ഷാക്ക് കാണാൻ തോന്നുന്നു. നോക്കാം.
ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ബൊഫേ ആണ്. ഇവിടെ മൊത്തം മലയാളികളാണ്. അപ്പോൾ ഇതാണ് ഫുഡ്. ചപ്പാത്തി, പൊറോട്ട, പിന്നെ റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഗ്രേവി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞത് ടിറ്റൂസ് ലൈനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ടിറ്റൂസ് ലൈൻ. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിലക്കുറച്ച് കിട്ടും. ഇതിൽ നേരെ പോയാൽ നമുക്ക് ബാഗാ ബീച്ച് എത്തും. ഇതാണ് ഞങ്ങളുടെ റൂം. ഏട്ടൻ, ലാലേട്ടൻ, ലാലേട്ടനും ഏലവനാണ് ഞങ്ങളുടെ റൂം. ഏട്ടൻ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ അനന്തകൃഷ്ണൻ ഫുൾ മോഡ് ഓൺ ആണ്. അല്ല പിന്നെ നമ്മൾ ഓണാണല്ലോ ഫുൾ ടൈം. അല്ലേ മിസ്റ്റർ ദേവനാരായണൻ ടി ഡി? എപ്പോഴും ഓണാക്കണ്ട കേട്ടോ, അടിച്ചു എന്ത് എന്താണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് അവിടെ സ്ഥലം ഇന്നലെ കഴിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ മെയിൻ ഒരു ഹോട്ടലായിരിക്കും അത്. കാരണം അവിടെ മൊത്തം മലയാളികളായിരുന്നു. ഇവിടെ വന്നപ്പോൾ മൊത്തം മലയാളികളാ. കേരളം പോലെ തന്നെ ഉണ്ട്. അത് വേറൊരു കാര്യം. അതെ, അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഗോവൻ തെരുവുകളിലൂടെ വണ്ടി ഓടിച്ച് നടക്കുവാണ് ഗായ്സ്. ഇതേപോലെ നമ്മൾ കേരളത്തിലുള്ള അതേ ഫീല്. നമ്മൾ സ്വന്തം വണ്ടിയിലിങ്ങനെ നടക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥലം. നമ്മൾ ഇന്നലെ വന്ന അതേ വഴികളാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു റെസ്റ്റോറൻറ്റ് തോന്നുന്നു, ഫാറ്റ് ഫിഷ്. ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്നു. ഇതാ പിന്നെ ഇവിടെ അടിപൊളി പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഉപ്മാവുണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ എടുത്തില്ല.